At the stroke of the midnight hour, Question is whether you want to be you or everybody I else. still have a dream. Patria o muerte. രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകി തുടങ്ങിയ കാലം മുതൽ സജീവമായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് സംസ്ഥാന മന്ത്രിസഭയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരമായി ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകളും അവ സ്വാഭാവികമായും നയിക്കുന്ന നിയമനിർമ്മാണ പ്രതിസന്ധികളും. ഏറ്റവും ഒടുവിലായി നമ്മൾ കേരളത്തിലും സമാനമായ സാഹചര്യങ്ങൾ കണ്ടതാണ്. കേരള മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങൾ പരസ്യമായി ഗവർണർക്കെതിരെ രംഗത്ത് വരുന്നു. ഗവർണർ മന്ത്രിസഭയ്ക്കെതിരെ കേരള സർക്കാരിനെതിരായി പത്രസമ്മേളനം രാജ്ഭവനിൽ വിളിച്ചു ചേർക്കുന്നു. എന്നിങ്ങനെ നിരവധിയായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ വിഷയത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്ത് പോലും സംഭവിക്കുന്നു എന്ന് പറയുന്നത് അതീവമായ ഗൗരവപരമായ ഒരു വിഷയമായി തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നൊരു വിഷയം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ ആശയങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ഗവർണർ എന്ന് പറയുന്ന ഓഫീസിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഈ വിഷയമാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരമായി അഭിപ്രായ ഭിന്നതയുണ്ടാകുന്നത്? ഇത് അധികാരത്തിന് വേണ്ടി മാത്രമുള്ളൊരു വടംവലിയാണോ? ഭരണഘടനാപരമായി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? ജനങ്ങളിൽ അല്ലെങ്കിൽ ജനസമൂഹത്തിന് ഇതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ എന്തെല്ലാമാണ്? എന്താണ് ഇതിൻ്റെ പരിഹാരം? തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും ക്ലിയർ IASൻ്റെ മറ്റൊരു എക്സ്പ്ലെയിനർ സെഷനിലേക്ക് സ്വാഗതം. ആ നാടിൻ്റെ ഭാഗമായുള്ള മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് സർക്കാരിനെ ആലോചിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പിടി സർക്കാരിന് നേരെ വരും. അതനുസരിച്ച് അതിനെ കാണുക എന്നുള്ളത് മാത്രമേ സർക്കാർ സാധാരണ സ്വീകരിക്കാറുള്ളൂ. These pressure tactics, therefore they will try to threaten me. They will try to scare me. I am not the one who can take these things lightly. സമീപകാലങ്ങളിൽ കേരളം, തമിഴ്നാട്, അതുപോലെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള വടംവലി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഗവർണറിലൂടെ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഒരു പെറ്റീഷനിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി പഠിക്കുന്നതിന് മുൻപ്, കൂടുതലായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ഭരണഘടനയിലെ ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളുമായി ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഒരു ഫെഡറൽ ആശയമാണ്. എന്താണ് ഫെഡറൽ ആശയമെന്ന് പറഞ്ഞാൽ? ഫെഡറൽ ആശയമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും ഫെഡറൽ സബ് യൂണിറ്റുകളും തമ്മിൽ, ഇന്ത്യയിൽ സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കുവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഫെഡറൽ പൊളിറ്റി അല്ലെങ്കിൽ ഫെഡറൽ ആശയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ചില മേഖലകളുണ്ട്. ഉദാഹരണം, വിദേശകാര്യം പോലുള്ള മേഖലകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ് നിയമനിർമ്മാണം സാധിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളും നമ്മളുടെ ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ഒരു സ്വയം ഭരണാധികാരം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് ഫെഡറൽ ആശയത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദമാണ്. ആർട്ടിക്കിൾ 1 ആണ് ഇവിടെ പ്രത്യേകമായി പരാമർശിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം പരാമർശിക്കുന്നത് ഭാരതമാകുന്ന ഇന്ത്യ സ്റ്റേറ്റുകളുടെ യൂണിയനാണ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യൂണിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ യൂണിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിടത്ത് നിന്നാണ് ആദ്യത്തെ സംശയം ദൂരീകരിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡിബേറ്റുകൾ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള
സംവാദങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ നമ്മളുടെ ഭരണഘടനാ പണ്ഡിതന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അതിൽ പ്രസക്തമായ ഒന്ന്, നമ്മൾക്ക് ഫെഡറേഷൻ എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിലെ 1-ാം അനുച്ഛേദത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ക്ലാസിക് ഫെഡറൽ രാജ്യം പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് ഉദാഹരണമായി പറയാൻ സാധിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു ഫെഡറൽ സംവിധാനമാണ്, ഒരു ക്ലാസിക് ഫെഡറേഷൻ ആണ് എന്ന് പറയുന്നത്? അമേരിക്ക രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് 1-ലധികം സംസ്ഥാനങ്ങൾ, അവ ചിലപ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവയായിരിക്കാം, അല്ലെങ്കിൽ സൈനികപരമായി പിന്നാക്കം നിൽക്കുന്നവയായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നിൽ നിൽക്കുന്നവയായിരിക്കാം. ഈ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ സംസ്ഥാനങ്ങൾ അവരുടെ പരമാധികാരം പൂൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാഷ്ട്രീയ സംവിധാനം രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ജന്മം നടക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, അമേരിക്കയിൽ ഒരു ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് പോലെ അമേരിക്കയിൽ ഒരു ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട്. ഈ ഫെഡറൽ ഗവൺമെൻറ്റിനുള്ള അധികാരത്തിന് ഏകദേശം സമാനമായി തന്നെ അമേരിക്കയിലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരമുണ്ട്. അതായത് അധികാരത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല, അധികാര വ്യാപ്തിയിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, അമേരിക്കയിൽ സംസ്ഥാനങ്ങൾ ഒരു കരാറിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബന്ധനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരു ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സവിശേഷതയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഫെഡറേഷൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഫിയോഡസ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് ആവിർഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫിയോഡസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ ഇത്തരം ഒരു എഗ്രിമെൻ്റ് എന്ന ആശയമില്ല. അതായത് ഇന്ത്യയിൽ തമിഴ്നാടും കേരളവും കർണാടകവും ഒന്നും പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചുകൊണ്ട് ധാരണയായിക്കൊണ്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ ആശയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇന്നും ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റായി നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടന ഒരേ സമയം സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ അധികാരം ആർക്ക് നൽകുന്നുണ്ട്? കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകുന്നുണ്ട്. അപ്പോൾ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് നമ്മളുടെ സംസ്ഥാനങ്ങളെയെല്ലാം ഒരുമിച്ച് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫെഡറേഷനെ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ എന്നും അമേരിക്കൻ ഫെഡറേഷനെ കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ഈ കേന്ദ്രമാണ് സംസ്ഥാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ ഇതുപോലെ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിക്കുക? കേന്ദ്രത്തിൻ്റേതായ ഒരു പ്രതിനിധി സംസ്ഥാനത്തിനുണ്ടായിരിക്കണം. അതിനാൽ കേന്ദ്രം നേരിട്ട് നിയമിക്കുന്ന ഒരു പരിധിവരെ രാഷ്ട്രീയപരമായ നിയമനമാണ് എന്ന് പരാമർശിക്കാൻ സാധിക്കുന്ന ഒരു നിയമനമാണ് ഗവർണറുടേത്. ചുരുക്കി പറഞ്ഞാൽ, സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ ഗവർണറെ നിയമിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നിയമിക്കുന്നു. കാരണം സംസ്ഥാനങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് തന്നിഷ്ടപ്രകാരം വിഭജിക്കപ്പെട്ടു പോകാൻ പാടില്ല. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, കേരള സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ്. സ്വാഭാവികമായും കേരളത്തിന് ഒരു പരിധി കഴിയുമ്പോൾ തോന്നാം, എന്തിനാണ് നമ്മൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്രയേറെ വികസന മുരടിപ്പ് നേരിടേണ്ടത്, അല്ലെങ്കിൽ വികസന മുരടിപ്പുമായി ഏറ്റുമുട്ടേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാം. ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, സപ്പോസ് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്നു, നമ്മൾക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിഭജിക്കപ്പെടാം. ഗവർണർക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഗവർണറും ഒപ്പുവയ്ക്കും. അങ്ങനെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നിയമിക്കുന്ന ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഭരണഘടനാ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 246. ഈ 246 ഇന്ത്യൻ ഭരണഘടനയിലെ
ഏഴാം പട്ടികയുമായി ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കേണ്ടത്. ഏഴാം പട്ടിക 3 ലിസ്റ്റുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ നിയമനിർമ്മാണ അധികാരങ്ങൾ 3 ലിസ്റ്റുകളിൽ പരാമർശിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ 1-ാം ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിന് നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ 2-ാം ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നു. അതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ 3-ാം ലിസ്റ്റിൽ, കൺകറൻറ്റ് ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ അനുച്ഛേദം 246 അനുച്ഛേദം 1 മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതാണ്: സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണ അധികാരമുണ്ട്. പക്ഷേ സംസ്ഥാനം ഈ നിയമനിർമ്മാണ അധികാരം പൂർത്തീകരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായ ഗവർണർ ഒപ്പുവെക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗവർണറുടെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈവൻ ഗവർണറുടെ കാലാവധി എന്നുപോലും ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഗവർണർക്കൊരു ഗ്രേ ഷെയ്ഡാണ് നമ്മളുടെ ഭരണഘടന നൽകുന്നത്. ചില സാഹചര്യങ്ങളിൽ ഗവർണർ വില്ലനാണ് എന്ന് തോന്നാം, ചില സാഹചര്യങ്ങളിൽ ഗവർണർ നായകനാണ് എന്നും തോന്നാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 അനുച്ഛേദങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന് അനുച്ഛേദം 200, മറ്റൊന്ന് അനുച്ഛേദം 201. അനുച്ഛേദം 200 പരാമർശിക്കുന്നത് ഒരു ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നു. സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഔദ്യോഗികമായി നിയമപരമാകണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണറുടെ ഓഫീസിലെത്തുമ്പോൾ ഗവർണർക്ക് എത്ര തരത്തിൽ ആ ബില്ലിന്മേൽ പ്രതികരിക്കാം എന്നുള്ളതാണ് അനുച്ഛേദം 200 പരാമർശിക്കുന്നത്. അനുച്ഛേദം 200 പ്രകാരം ഗവർണർക്ക് ആ ബില്ലിന്മേൽ അംഗീകാരം നൽകാം. അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ബില്ല് നിയമമായി മാറുന്നു. ഗവർണർക്ക് അംഗീകാരം നിഷേധിക്കാം, അതിനെ ടെക്നിക്കലി വിത്ത്ഹോൾഡ് ചെയ്യുക എന്നാണ് പറയുക. മൂന്നാമത്, ഗവർണർക്ക് ആ ബില്ലിൽ ചില ഭേദഗതികൾ ശുപാർശ ചെയ്തുകൊണ്ട് നിയമനിർമ്മാണ വിഭാഗത്തോട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം, അതായത് ബില്ല് തിരിച്ചയക്കാം. നാലാമത്തേത്, ഗവർണർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള ബില്ലുകൾ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുകയും ചെയ്യാം. ഉദാഹരണമായി, മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഗവർണർക്ക് തോന്നുന്ന ബില്ലുകളാകാം, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഗവർണർക്ക് തോന്നുന്ന ബില്ലുകളാകാം, രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് ഗവർണർക്ക് തോന്നുന്ന ബില്ലുകളാകാം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരം കവർന്നെടുക്കുന്നു എന്ന് ഗവർണർക്ക് തോന്നുന്ന ബില്ലുകളാണെങ്കിലും ഗവർണർക്ക് രാഷ്ട്രപതിക്കായി ഈ ബില്ലുകൾ റിസർവ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവർണർക്ക് തോന്നിയാൽ മതി, ഗവർണറുടെ വിവേചനാധികാരമാണ് രാഷ്ട്രപതിക്ക് ബില്ല് റിസർവ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് പല ബില്ലുകളും അനിശ്ചിതകാലമായി ഗവർണർ പെൻഡിങ്ങിൽ വയ്ക്കുകയും ഒടുവിൽ ഗവർണർ അത്തരം ബില്ലുകൾ രാഷ്ട്രപതിക്ക് വേണ്ടി റിസർവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് നമ്മളുടെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നിയമനിർമ്മാണ അധികാരത്തെ ഹനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും സുപ്രീം കോടതി ഇപ്പോൾ അതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നതും. ഇനി ഇങ്ങനെ ഒരു ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക? രാഷ്ട്രപതിക്ക് 3 തരത്തിൽ പ്രതികരിക്കാൻ സാധിക്കും. അതാണ് അനുച്ഛേദം 201 പരാമർശിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ആ ബില്ലിൽ അംഗീകാരം നൽകാം, രാഷ്ട്രപതിക്ക് ആ ബില്ലിൽ അംഗീകാരം നിഷേധിക്കാം, രാഷ്ട്രപതിക്ക് വീണ്ടും ഗവർണറോട് ആവശ്യപ്പെടാം ആ ബില്ല് സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് ഒന്നുകൂടി അയക്കൂ, അതിനുശേഷം നമ്മൾക്ക് നോക്കാം. ഇനി രാഷ്ട്രപതി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന നിയമസഭ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ബില്ല് തിരിച്ചയച്ചാലും രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാരം നൽകണമെന്ന നിബന്ധന പോലും നമ്മളുടെ ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണ പ്രതിസന്ധി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 2 പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, അനിശ്ചിതമായി അല്ലെങ്കിൽ അനിയന്ത്രിതമായി യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണമില്ലാതെ, യാതൊരു തരത്തിലുമുള്ള കാലാവധി നിർണ്ണയിക്കപ്പെടാതെ ഗവർണർ അനിശ്ചിത കാലത്തേക്ക് ബില്ല് പെൻഡിങ്ങിൽ വയ്ക്കുന്നു,
രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുന്ന ബില്ലിലും ഇതേ സാഹചര്യം തന്നെ ഉണ്ടാകുന്നു. ഇതാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. 1987 സർക്കാരിയ കമ്മീഷൻ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരമായി പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ശുപാർശകൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, ഗവർണർ രാഷ്ട്രപതിക്ക് ബില്ലുകൾ റിസർവ് ചെയ്യുന്നത് സാധാരണ ബില്ലുകളിന്മേലാകരുത്, അത് തീവ്രമായ ഭരണഘടനാ വിരുദ്ധത പ്രതിപാദിക്കുന്ന ബില്ലുകളാണെങ്കിൽ മാത്രമേ ഗവർണർ രാഷ്ട്രപതിക്ക് വേണ്ടി റിസർവ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത സാഹചര്യത്തിൽ ഗവർണർ നിർബന്ധമായും അംഗീകാരം നൽകണം എന്നൊരു ശുപാർശ സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നു. അതേസമയം തന്നെ സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്ന മറ്റൊരു ശുപാർശ, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കമ്മീഷനാണ്. ഈ കമ്മീഷൻ പരാമർശിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യുന്ന ബില്ലിൽ രാഷ്ട്രപതി 6 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനം അറിയിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം പുഞ്ചി കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. പുഞ്ചി കമ്മീഷൻ പറഞ്ഞത് ഗവർണറുടെ മുമ്പിലേക്ക് ഒരു സംസ്ഥാന ബില്ല് എത്തിക്കഴിഞ്ഞാൽ ഗവർണർ 6 മാസത്തിന് ഉള്ളിൽ സ്വാഭാവികമായും അതിന്മേലുള്ള പ്രതികരണം അറിയിക്കണം. അനിയന്ത്രിതമായി അനിശ്ചിതകാലത്തേക്ക് ഗവർണർ ഈ ബില്ല് പെൻഡിങ്ങിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇവ ചില റെക്കമെൻഡേഷൻസ് മാത്രമാണ്, ചില ശുപാർശകൾ മാത്രമാണ്. ഈ ശുപാർശകൾ ഇപ്പോഴും പേപ്പറിൽ ഒതുങ്ങിയിരിക്കുന്ന ഒന്ന് മാത്രമാണ്. അതായത് ഇവ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഒരു പരിധിവരെ ഇവ നടപ്പിലാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പല സംസ്ഥാനങ്ങളിലും നേരിടുന്ന നിയമനിർമ്മാണ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് ഇത്തരമൊരു വിഷയം എത്തുന്നതിൻ്റെ സാഹചര്യവും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ സംഭവബഹുലമായ വികാസങ്ങൾ ഈ വിഷയങ്ങൾക്കുമേൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി വിശദമായ വാദപ്രതിവാദങ്ങൾ കേൾക്കട്ടെ. ഒരു കാരണവശാലും നമ്മളുടെ ഫെഡറൽ ആശയത്തെ അട്ടിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു സെഷനിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഗുഡ് ബൈ.